സ്ത്രീ സുരക്ഷ എന്നത് വലിയൊരു മുദ്രാവാക്യമായിരുന്നു സർക്കാരിന്. സ്ത്രീ സുരക്ഷയ്ക്ക് സർക്കാർ നൽകുന്ന പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേരളീയർ കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. ഇന്നിപ്പോൾ പരാതി പറയാനെത്തുന്ന ഒരു അമ്മ, ആ അമ്മയുടെ മകൻ മരിച്ചിട്ട് 3 മാസമായിട്ടും ഒരു നടപടിയും പ്രതികൾക്കെതിരെ എടുത്തില്ല എന്നതിൽ പരാതി പറയാനെത്തിയ അമ്മയ്ക്ക് നേരെ പോലീസ് നടത്തിയതിനെ എങ്ങനെയാണ് താങ്കൾ വിശേഷിപ്പിക്കുക? പരാതി പറയാൻ വന്ന അമ്മയോടും അമ്മയുടെ കൂടെയുള്ള 6 പേരോടും DGPയെ കാണാൻ അനുവാദം കൊടുത്തു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയില്ലെന്ന് എനിക്കറിയില്ല. DGPയുടെ റൂമിൽ DGPയെ നേരിട്ട് കാണാൻ അമ്മയോടൊപ്പം 5 പേർക്ക് അനുവാദം കൊടുത്തിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവരത് സ്വീകരിക്കാതെ ഞങ്ങൾ വന്ന എല്ലാ ആളുകളെയും അയക്കണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. നിരവധി സമരങ്ങൾ കണ്ട നാടാണ് കേരളം. അത്തരം സമരങ്ങളിൽ ഭാഗവാക്കായാലുകളെ ഞങ്ങളൊക്കെ അങ്ങനെ ഒരു സമരമുഖത്ത് എല്ലാ ആളുകളും പങ്കെടുക്കണം, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് പോകുമ്പം എല്ലാ ആളുകളും കൂട്ടണം എന്ന് പറയുമ്പം അത് എത്രമാത്രം പ്രായോഗികമാണെന്ന കാര്യം കൂടി ചിന്തിക്കണം. ഇതിലിപ്പോൾ മുഖ്യമന്ത്രി തന്നെ പോലീസ് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അമ്മയെ പോയി കാണണം. പിന്നെ ഈ കേസിനകത്ത് തുടക്കം മുതൽ തന്നെ സർക്കാർ ആത്മാർത്ഥം ഇടപെട്ടു എന്ന അഭിപ്രായക്കാരാണ്. ഈ കേസിന്റെ തുടക്കം മുതൽ ഓരോ ഘട്ടത്തിലും അതിനകത്ത് ഇടപെട്ട ഒരാളാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഞാൻ ഉൾപ്പെടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ കേസിനകത്ത് പ്രതികളെ പിടിക്കാനും ഇതിലിപ്പം കൃഷ്ണദാസിന് ജാമ്യം കൊടുത്തത് ഹൈക്കോടതിയാണ്. സുപ്രീം കോടതി ഞങ്ങൾ സമീപിച്ചു സർക്കാർ, പക്ഷേ ജാമ്യം തള്ളി സുപ്രീം കോടതി. നിയമത്തിന്റെ എല്ലാ പരിധിക്കകത്തു നിന്നുകൊണ്ടും ഒരു സർക്കാരിന് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഈ കാര്യത്തിൽ ചെയ്തു എന്ന വിശ്വാസമാണ് എനിക്കുൾപ്പെടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിനുള്ളത്. പക്ഷേ ഇതിപ്പം സർക്കാരിനെതിരെ തിരിച്ചുവിടണം എന്ന രീതിയിൽ കുറച്ച് ആളുകൾ ഇതിൽ നേരത്തെ ഈ ജിഷ്ണുവിന്റെ അമ്മാവൻ ശ്രീജിത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത് 5 പേരെ കാണാൻ സമ്മതിച്ചാൽ മതി എന്നതിൽ അവർക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് എന്തിനാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്ര വലിയൊരു അതിക്രമം ഉണ്ടായത് എന്നതാണ് ചോദ്യം. അവർ അവിടെ പ്രശ്നമുണ്ടാക്കാൻ വന്നവരോ ബഹളമുണ്ടാക്കാൻ വന്നവരോ ഒന്നുമല്ല. 6 പേരെ കാണാൻ അനുവാദം കൊടുത്തതാണ്. ഈ 6 പേരെ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ചങ്ങാതിയാണ് ഇതിനകത്ത് എല്ലാ പ്രശ്നവും സൃഷ്ടിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. 6 പേർക്ക് കാണാനുള്ള അനുവാദം നേരത്തെ കൊടുത്തതാണ്. ഈ 6 പേരെ കാണാൻ അനുവാദം നൽകിയപ്പോൾ 6 പേർ പോരാ, ഞങ്ങൾ വന്ന 17 പേരെയും കാണണമെന്ന് പറഞ്ഞാൽ അത് ഒരു സമരത്തിനകത്ത് നടക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഇവിടെ ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഈ കേസിനകത്ത് പ്രതികൾ പിടിക്കുകയാണ് വേണ്ടത്. അല്ലാതെ മീഡിയാസിന് മുന്നിൽ പോയി അവരുടെ ഇതിനകത്ത് കുടുംബത്തെ കൊണ്ടുപോയി തള്ളുന്ന രീതി ശരിയല്ല. ഇതിനകത്ത് ഇപ്പോൾ പലരും പോയി ഇടപെട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എന്നിരുന്നാലും ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ DGPയെ കാണാൻ അനുവാദം കൊടുത്തുവെന്നാണ് 6 പേർക്ക്. പക്ഷെ അതവർ സ്വീകരിച്ചില്ല. ഞങ്ങൾക്ക് എല്ലാ ആളുകൾക്കും പോകണം എന്ന് വാശി പിടിച്ചു. പിന്നീട് സമരമുഖത്ത് DGP ഓഫീസിനുള്ളിലൊന്നും സമരം ചെയ്യാൻ കഴിയില്ല എന്ന് ആർക്കറിയാത്തത്. നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാറില്ല ഞങ്ങളൊക്കെ. DGP SP ഓഫീസിന് മുന്നിലെത്തുമ്പോൾ ഒരു നിശ്ചിത ദൂരത്തെ വെച്ച് സമരം തടയും. അത് നിലനിൽക്കുന്ന രീതി എങ്ങനെയാണ്, ആ രീതി ആകെ മാറണം എന്നൊന്നും ഇപ്പം നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ എന്തിരുന്നാലും ഇപ്പൊ സർക്കാർ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് ആളുകളെ കാണാൻ. ആ രീതിയിൽ സർക്കാർ ഈ കാര്യത്തിലൊക്കെ ഇടപെട്ട് ആക്ച്വലി കൂടുതൽ ഞാൻ മനസ്സിലാക്കി. ഈ സമരം തടയുന്ന ഒരു കാഴ്ചയാണോ താങ്കൾ ഈ ചാനലുകളിലൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതാണോ തടയുക എന്ന് പറയുന്നതിലൂടെ താങ്കൾ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒരു ചാനലും കാണുന്നില്ല. ഞാൻ മലപ്പുറം ഇലക്ഷനിലല്ല. എന്നാൽ താങ്കൾ ആ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കൂ ശ്രീ ഷംസീർ, എന്നിട്ട് പറയൂ. സമരം തടയാൻ പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് എന്താ? നിങ്ങൾക്കിപ്പോ ഈ സ്വാശ്രയ മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് ഞങ്ങളാണ്. ഈ സ്വാശ്രയ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്ന ഈ ജിഷ്ണു പ്രണോയുടെ മരണം ഉൾപ്പെടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിനകത്ത് ചർച്ചയാക്കി കൊണ്ടുവന്ന SFI നടത്തിയ വലിയ സമരം ഉണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സ്വാശ്രയ കൊള്ളക്കാരെ ഉൾപ്പെടെ കേരളത്തിനകത്ത് പ്രോത്സാഹിപ്പിക്കാൻ ഓരോ ഘട്ടത്തിലും പിന്തുണച്ചവരാണ് ഇപ്പോൾ വേട്ടക്കാരൻ ഇരയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ ശബ്ദിക്കുന്നത്. ഒരേ സമയം വേട്ടക്കാരന്റെയും ഇരയുടെയും പക്ഷത്ത് നിൽക്കുന്ന റോളാണ് ഇപ്പോൾ UDF ഉൾപ്പെടെ നിർവഹിച്ചത്. ഈ കൃഷ്ണദാസൊക്കെ ആരുടെ ആളാണ്? ടോംസ് കോളേജ് ആരുടെ? ഉമ്മൻചാണ്ടിയുടെ ചിത്രമല്ലേ ടോംസ് കോളേജിനകത്തുള്ളത്? താങ്കൾ ഇതിലെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒന്ന് വിട്ടുമാറിയാൽ നന്നായിരുന്നു. ഇന്നിപ്പോൾ ജിഷ്ണുവിന്റെ അമ്മയെ റോഡിൽ വലിച്ചിഴിച്ചുകൊണ്ടാണ് പോലീസ് അവരെ കൊണ്ടുപോയത്, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നിപ്പോൾ IG പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മളൊക്കെ ആ ദൃശ്യങ്ങൾ ചാനലുകളിലൂടെ ഇപ്പോഴും കാണുന്നുണ്ട്. ഇതിനെ താങ്കൾ ന്യായീകരിക്കുകയാണ്. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പോലീസിന്റെ രീതിയുണ്ട്, ആ രീതിയിൽ അറസ്റ്റ് ചെയ്തായിരിക്കാം. എന്നിരുന്നാലും ആ കുടുംബത്തെ നിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ കളി നടത്തിയോട് ഞങ്ങൾക്ക് യോജിച്ചില്ല. ഞങ്ങൾ ജിഷ്ണുവിന്റെ അമ്മയെ ബഹുമാനിക്കുന്നു, ജിഷ്ണുവിന്റെ ബന്ധുക്കളെ വികാരത്തെ മാനിക്കുന്നു, ജിഷ്ണുവിന്റെ അച്ഛനെ ആദരിക്കുന്നു. ജിഷ്ണു എന്ന ഈ പയ്യനോടും അതിയായ കൂറും ആത്മാർത്ഥതയുമുള്ളവരാണ്. പക്ഷെ ഇതിന്റെ മറവിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി ആയതുകൊണ്ടാണ് ഈ കേസ് ഇങ്ങനെയെങ്കിലും ആയത്. കൃഷ്ണദാസിനെ ഇപ്പോ കേസിനകത്ത് ഉൾപ്പെടുത്തി കൃഷ്ണദാസിന് ജാമ്യം കൊടുത്തത് സർക്കാരല്ല, അത് സുപ്രീം കോടതിയാണ്. ഇതിനകത്ത് ഓരോ ഘട്ടത്തിലും ഇതിനകത്ത് സർക്കാർ ഇടപെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ സർക്കാരിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കാൻ നിങ്ങൾ പറഞ്ഞ് രാഷ്ട്രീയം പറയാൻ പാടില്ല. രാഷ്ട്രീയ ആയുധം ഒരു സ്വാശ്രയ കോളേജിനകത്ത് നടന്ന സംഭവത്തെ ഇവിടെ ഇപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവ് VS അച്യുതാനന്ദൻ DGPയെ വിളിച്ച് ശകാരിച്ചു എന്ന വാർത്ത താങ്കൾ അറിഞ്ഞു എന്ന് എനിക്കറിയില്ല.
അതായത് അദ്ദേഹം പറയുന്നത് ഇവിടെ പരാതിക്കാരെ അറസ്റ്റ് ചെയ്യുകയാണോ വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ലോക്നാഥ് ബെഹ്റയെ ഫോണിൽ വിളിച്ച് ശകാരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് ശകാരിച്ചു എന്ന് നിങ്ങൾ അറിയാൻ കഴിഞ്ഞ അനുമാനം വെച്ച് ഇപ്പൊ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. അനുമാനമല്ല, അങ്ങനെയാണ് വാർത്ത, അങ്ങനെയാണ്. ഇപ്പൊ എനിക്കറിയില്ല, ഞാൻ അറിയില്ല. അനുമാനം വെച്ച് ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റില്ല. വിശദമായ വിവരങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ പറയാം. അല്ലാതെ നിങ്ങൾ പറയുന്ന ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരം പറയാനല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ പറയണം. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഉത്തരം ഇപ്പോൾ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. വി എസ് അങ്ങനെ പറഞ്ഞു, വി എസ് ഇങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ വി എസ് പറഞ്ഞത് അങ്ങനെയാണെന്ന് ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ രേഖകളൊന്നുമില്ലല്ലോ. നിങ്ങൾ പറയുന്ന കാര്യം വെച്ച് നമുക്ക് പറയാൻ പറ്റും. നിങ്ങളിപ്പോ ഈ ഗോവിന്ദസ്വാമിയെ തുറന്നു വിട്ടു എന്ന് പറഞ്ഞവരല്ലേ? ജയിലിൽ നിന്ന് ഗോവിന്ദസ്വാമി ഇറങ്ങാൻ പോവാണ്, സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു, അയാൾക്ക് അനുകൂലമായി എന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ സെൻസേഷന് വേണ്ടി മുൻപോട്ട് നിർത്തിച്ചവരല്ലേ നിങ്ങൾ? അതുപോലെ ജയിലിൽ നിന്ന് കുറെ പ്രതികളെ തുറന്നു വിടുന്നു എന്ന് പറഞ്ഞ് ചർച്ച ഉണ്ടാക്കിയവരല്ലേ? അതുകൊണ്ട് ഈ വിഷ്വൽ മീഡിയ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഉടനടി ചാടിയ അഭിപ്രായം പറയാൻ പറ്റില്ല.